ചരിത്രം വായിക്കാൻ ആർക്കും പറ്റും. ചരിത്രം രചിക്കാനാണ് പ്രയാസം. അതിനെ കാലിൽ മുറിവേറ്റ് മുൾവേലികൾ ചാടിക്കടക്കേണ്ടി വരും. സൂര്യൻ്റെ ചൂടേറ്റ് വിയർക്കേണ്ടി വരും. മഞ്ഞിൽ ഉരുകി വിറക്കേണ്ടി വരും. ഒടുവിൽ അർഹിക്കുന്ന പ്രശസ്തിയോ അംഗീകാരമോ ലഭിക്കാതെ മരിക്കേണ്ടി വരും. ഓർക്കുക, നിങ്ങളിപ്പോൾ സുഗന്ധം ആസ്വദിക്കുന്ന ഒരു പാതയിലൂടെ പണ്ട് ദുർഗന്ധം അനുഭവിച്ച ഒരു കൂട്ടം മനുഷ്യർ നടന്നിരുന്നു. നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ കഴിയുന്ന കാര്യങ്ങൾ. വാക്കുകൾ ശക്തമാണ്. അവ വിവേകത്തോടെ ഉപയോഗിക്കുക. ആളുകൾ വരുന്നു പോകുന്നു, എന്നാൽ ശരിയായിട്ടുള്ളവർ മാത്രമേ നിങ്ങളോടൊപ്പം ഉണ്ടാകൂ. നിങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് ചിന്തിക്കരുത്. തെറ്റിനെ അംഗീകരിക്കുക, തിരുത്തുക. നിങ്ങൾ ശ്രമിക്കാത്തതാണ് പരാജയ കാരണം. നാളേക്ക് വേണ്ടിയല്ല, ഇന്നത്തേക്ക് വേണ്ടി ജീവിക്കുക. ഒരിക്കലും കഴിഞ്ഞ കാലത്തേക്ക് പോകരുത്. അവിടെ നിങ്ങൾക്കായി ഒന്നുമില്ല. അമിതമായ ചിന്ത സന്തോഷത്തെ കൊല്ലുന്നു. എവിടെയാണോ നമ്മൾ തോറ്റത്, അവിടെ നിന്നും ജയിക്കാൻ ശ്രമിക്കണം. എവിടെയാണോ നമ്മൾ കരഞ്ഞത്, അവിടെ നിന്നും നമ്മൾ ചിരിക്കാൻ ശ്രമിക്കണം. എപ്പോഴാണോ നമ്മൾ മറ്റുള്ളവർക്ക് ഭാരമായി തീർന്നത്, അവിടെ നിന്നും മൗനമായി പിന്മാറണം. ആരാണോ നമ്മളെ പരിഹസിച്ചത്, അവരുടെ മുൻപിൽ നമ്മൾ തലയുയർത്തിപ്പിടിച്ച് ജീവിക്കാൻ പഠിക്കണം. എല്ലാവരോടും സ്നേഹം മാത്രം. ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ ഇഷ്ടപ്പെടുന്നു. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഓൾവേസ് ബി കോൺഫിഡൻറ്റ്. ഏതു കാര്യത്തെ സംബന്ധിച്ചും മനുഷ്യർക്ക് 2-3 നിലകൾ ഉണ്ടല്ലോ: കമ്പം, ആവേശം, ആത്മസമർപ്പണം എന്നിങ്ങനെ. കമ്പക്കാർ ആഘാതമേൽക്കുമ്പോൾ പിന്മാറും. ആവേശക്കാർ മുന്നേറി അപകടത്തിൽ ചെന്ന് ചാടും. ആത്മാർത്ഥനം ചെയ്തവർ പ്രവർത്തിക്കും. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക. കാരണം നിങ്ങളോടൊപ്പമാണ് നിങ്ങളിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി ശിഷ്ടകാലം ജീവിക്കാനുള്ളതും നഷ്ടപ്പെടുത്തി കളഞ്ഞത് എന്നെങ്കിലും തിരിച്ചു വേണമെന്ന് തോന്നിയാൽ തിരിച്ചു കിട്ടാൻ പ്രയാസമാണ്. കാരണം ഈ ലോകത്ത് മനുഷ്യനേക്കാൾ വാശി വേറെ ഒന്നിനുമില്ല. മരത്തിൻ്റെ ചില്ലയിൽ ഇരിക്കുന്ന പക്ഷി ഒരിക്കലും ആലോചിക്കുന്നില്ല ഇരിക്കുന്നത് ഉണങ്ങിയ ചില്ലയിലാണ് എന്നുള്ളത്. പച്ചയുള്ള ചില്ലയിലാണോ കൊമ്പൊടിയുമോ എന്ന പേടിയൊന്നും ആ പക്ഷിക്ക് ഉണ്ടാകില്ല. കാരണം അത് ആശ്രയിക്കുന്നത് താൻ ഇരിക്കുന്ന കൊമ്പിനെയല്ല, സ്വന്തം ചിറകിനെയാണ്. നാളെ പുറകോട്ട് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവുക മൗനമായി കേട്ടിരുന്ന കാര്യങ്ങളാകും. മെല്ലെ മെല്ലെ നടന്നുപോയ വഴികളാകും. എല്ലാ ശബ്ദ കോലാഹലങ്ങളും സമരങ്ങളും വിപ്ലവങ്ങളും ഒക്കെ ഇതേ മൗനത്തിലാണ്. മുന്നോട്ട് ഒറ്റയ്ക്ക് എന്ന് തിരിച്ചറിയുമ്പോൾ മനസ്സിൽ കയറിക്കൂടുന്ന ധൈര്യം, പ്രതീക്ഷകൾക്ക് സ്ഥാനമില്ലെന്ന് തിരിച്ചറിയുമ്പോൾ ഇല്ലാതാകുന്ന ഭയം, ജീവിതത്തിലെ നഷ്ടങ്ങൾ അത് അനുഭവിച്ചേ തീരൂ എന്ന് തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന സമാധാനം. അപ്പോൾ നാം തിരിച്ചറിയും, ഐ ആം സ്ട്രോങ്. ഒരുപാട് പ്രിയപ്പെട്ടതാക്കി ചേർത്തു നിർത്തി. നമ്മുടെ മുൻഗണനകളിൽ അവരില്ലാത്ത ഒരിടം പോലും നമ്മൾ അവശേഷിപ്പിക്കാതെ, തിരിച്ചു കിട്ടിയില്ലെങ്കിലും നമ്മൾ ആവോളം സ്നേഹിച്ച്, നമ്മൾ തന്നെയാണ് പലർക്കും കൊതി തീരുവോളം നമ്മളെ നോവിക്കാനും ഒരു പരിഗണനയും തരാതെ ഒരിടത്ത് ഉപേക്ഷിക്കാനുമുള്ള വഴിയൊരുക്കി കൊടുക്കുന്നത്. ആത്മാർത്ഥമായ ബന്ധങ്ങളിൽ അധികം പ്രകടനങ്ങൾ ഉണ്ടാകില്ല, ആവശ്യങ്ങൾ ഉണ്ടാകില്ല. അതുപോലെ തന്നെ കള്ളങ്ങളിൽ പൊതിഞ്ഞ മാധുര്യമേറിയ മൊഴികളുണ്ടാകില്ല. ഉണ്ടാകുന്നത് നിഷ്കളങ്കമായ സ്നേഹവും വിശ്വാസവും അതിലൂടെ കിട്ടുന്ന സമാധാനവുമൊക്കെയാണ്.
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ഒരാൾ നിങ്ങളോട് ആയിരിക്കണമെങ്കിൽ ഒന്നുകിൽ ആത്മാർത്ഥമായ സ്നേഹമുണ്ടാകണം, അല്ലെങ്കിൽ അത് അഭിനയമായിരിക്കണം. നമ്മുടെ പരാജയങ്ങളിൽ, വേദനകളിൽ, തകർച്ചകളിൽ നമ്മോടൊപ്പം നിന്ന മനുഷ്യരെ മറക്കാതിരിക്കുക. അവരൊന്നും നിങ്ങൾക്കുള്ളതിനെ വരുന്നവരല്ല, നിങ്ങളെ സ്നേഹിച്ചു വന്നവരാണ്. മധുരമുള്ള വസ്തുക്കൾ ഉറുമ്പിരിക്കുന്നത് ആ വസ്തുവിനെ ഉറുമ്പ് ഇഷ്ടപ്പെടുന്നത് കൊണ്ടല്ല, ആ മധുരം ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രമാണ്. ആ മധുരം കഴിഞ്ഞാൽ അത് അടുത്ത വസ്തു തേടിപ്പോകുകയും ചെയ്യും. മറ്റൊരാൾക്ക് വേണ്ടി കരഞ്ഞു കലങ്ങിയ കണ്ണുകൾക്കും കാലിടറിയ പാദങ്ങൾക്കും ഉരുകിത്തീരുന്ന മനസ്സിനും ഇനിയൊരു വിശ്രമം നൽകുക. ഇനി ഒരിക്കലും ഒരാൾക്കും കീഴ്പ്പെടാത്ത തരത്തിൽ പുനർജനിക്കുക. നിങ്ങൾക്ക് സാധിക്കും. ഒരിക്കൽ തുഴഞ്ഞ തോണി മറിഞ്ഞാൽ വീണ്ടും അത് മറിയാതെ തുഴയാൻ നിങ്ങൾ പഠിച്ചിരിക്കുമെന്നതാണ്. നമ്മുടെ കൊച്ചു പൊട്ടക്കിണറ്റിൽ ജീവിച്ചുകൊണ്ട്, നമ്മുടെ അയൽക്കാരനെ ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ട്, നമ്മുടെ ഇടുങ്ങിയ മനസ്സും ഇടുങ്ങിയ ചിന്തകളുമായി ചുരുങ്ങിയ ഒരു സ്വപ്നത്തിലേക്ക് ജീവിച്ചുകൊണ്ട് നമ്മൾ മനുഷ്യനെ വെറുക്കാൻ പഠിക്കുന്നതിന് പകരം ലോകത്തിലേക്ക് ഇറങ്ങുക. ലോകത്തിൻ്റെ ഈ വിശാലത കാണുക. നല്ല നല്ല മുഹൂർത്തങ്ങളിൽ പങ്കാളികളാകുക. നമ്മളുടെ മനസ്സിൻ്റെ താളം മാറും, അതുപോലെ തന്നെ ചിന്തകളും മാറും. പോസിറ്റീവായ ചിന്തകൾ ഉണ്ടാകുന്ന വ്യക്തികളായി മാറും. ഒരിക്കൽ വിട പറഞ്ഞതിനൊന്നും പിന്നീട് ഒരു ഇടം കൊടുക്കരുത്. ഒരിക്കൽ വീണ കുഴിയിൽ പിന്നീട് ഒരിക്കൽ വീഴുകയും അരുത്. എത്ര സന്തോഷിച്ചു എന്നതിൽ അല്ല, എത്ര മുറിവേൽക്കാതിരുന്നു എന്നതുകൂടി ശ്രദ്ധിക്കണം. മുകളിൽ ചായം തേക്കാം, അതിന് ഭംഗിയും വരുത്താം. അപ്പോഴും അതിനിടയിൽ ഒരു അഴകില്ലായ്മ ഒളിഞ്ഞിരിപ്പുണ്ടാകും. ജീവിതത്തിലെ തെറ്റായ ചില ധാരണകൾ. ഒറ്റയ്ക്ക് എന്നാൽ ഏകാന്തത എന്ന അർത്ഥമില്ല. സമ്പന്നൻ എന്നാൽ ജീവിച്ചവൻ എന്നർത്ഥമില്ല. ദ്രുതഗതിയിൽ ചെയ്യുന്നവൻ ഫലപ്രദമാണ് എന്നർത്ഥമില്ല. ബിരുദം നേടിയാൽ അറിവുണ്ടാകും എന്നർത്ഥമില്ല. പണമുണ്ടെങ്കിൽ സന്തോഷമുണ്ടാകും എന്നർത്ഥമില്ല. അതുപോലെ ഉയർന്ന ശമ്പളമുള്ള ജോലി തൃപ്തികരമായ ജോലി എന്നർത്ഥമില്ല. റാങ്കുണ്ടെങ്കിൽ ബഹുമാനിക്കപ്പെടുമെന്നർത്ഥമില്ല. തങ്ങളോട് അടുപ്പം കാണിക്കുന്ന പുരുഷന്മാരെ സ്ത്രീകൾ പൊതുവെ അവരുടെ സൗഹൃദ മേഖലയിലേക്കാണ് കൊണ്ടുപോകാറ് എന്ന് പഠനങ്ങൾ പറയുന്നു. മനുഷ്യൻ മനുഷ്യനെ അല്ല വഞ്ചിക്കുന്നത്, അവരുടെ ആഗ്രഹങ്ങളെയാണ് വഞ്ചിക്കുന്നത്. നാം മറ്റുള്ളവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ലഭിക്കാതിരിക്കുമ്പോഴാണ് നാം വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നുന്നത്. ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത്. അവരെ അതൊക്കെ പറഞ്ഞു തിരുത്താൻ ശ്രമിക്കുമ്പോഴാണ് കൂടുതൽ അകലങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. സ്വയം തിരിച്ചറിവിനോളം വരില്ല മറ്റൊന്നും. നിന്റെ ആവശ്യം കഴിഞ്ഞു, ഇനി നിനക്ക് പോകാം. ചിലർ ചിലപ്പോൾ അവരുടെ പ്രവൃത്തികൾ കൊണ്ട് നമ്മളോട് പറയാതെ പറയുന്ന വാക്കുകളാണ് ഇത്. അന്നേരം നമുക്ക് നമ്മളോട് തന്നെ വല്ലാത്തൊരു പുച്ഛം തോന്നും. ചത്തുപുഴുത്ത ശവമാണ് നീയെന്ന് സ്വയം ഹൃദയം പറഞ്ഞു കൊണ്ടേയിരിക്കും. ജീവിതം മടുത്തു പോകും വിധം ശക്തമായ പുച്ഛം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.